നല്ല വെട്ടി തിളക്കുന്ന കറിയിലോട്ട് മല്ലിയിലിട്ട് കൊടുക്കും. ആഹാ എന്ന രസമാണ് കാണാനല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജസൂര്യ, സച്ചു, സാറ്, അഖില്, കിങ്ങിണി, പിന്നെ ഞാനും. നല്ല അടിപൊളി കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിൽ കയറി നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. ആഹാ അവൻ്റെ ഒരു തീറ്റി കണ്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം. കപ്പ ബിരിയാണിക്ക് വേണ്ടി കപ്പ ഓടി നടന്ന് മേടിച്ചോണ്ട് വന്ന് 2.5 കിലോ കപ്പ മേടിച്ചോണ്ട് വന്ന് പൊളിക്കാനായിട്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും മല്ലിയില എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഇരുന്ന് ഞാനും സച്ചുവും അഖിലും കൂടി ഇങ്ങനെ പൊളിയോടുപൊളി കപ്പപ്പൊളി 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 കപ്പപ്പൊളിയോടുപൊളി. കൂട്ടത്തിലൊരു കൊട്ടത്തേങ്ങ ജേസൂരി എടുത്തിട്ടുണ്ട്. അതിനെ തല്ലിപ്പൊട്ടിച്ച് വറക്കണം. അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം കപ്പപ്പൊളി 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 കപ്പപ്പൊളി. അഖിൽ അവിടെ ആയുധം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സവാള ഗിരി 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 സവാള ഗിരി ഗിരി ഗിരി. ആയുധം വെച്ചുള്ള കളിയാണ്. കോൺസെൻട്രേഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ എല്ലാം പോയി. നമ്മൾ ഇന്നത്തെ കപ്പ ബിരിയാണി വൻ വിജയമാക്കാൻ വേണ്ടി സവാള നുരുനുര കുരുകുര അരിയുന്നത് സാറ്. സവാള, തക്കാളി, മല്ലിയില, മുളക് എല്ലാം കുരുകുര കുരുകുര കുരുകുരെ അരിയുന്നത് നമ്മുടെ സ്വന്തം സാറാണ്. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണിയുടെ മറ്റ് പരിപാടികൾ എന്തൊക്കെയായെന്ന് നോക്കാം. കപ്പ കട്ട് ചെയ്ത് ഞങ്ങൾ കഴുകി ചെറിയ ചെറിയ പീസായിട്ട് വേവിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ തേങ്ങയില്ല, ഉണക്കത്തേങ്ങ, കൊട്ടത്തേങ്ങ തല്ലി പൊട്ടിച്ച് കൊത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അഖില് ഇറച്ചി എടുത്തോണ്ട് വന്ന് നല്ല വൃത്തിയായിട്ട് ക്ലീനിങ്ങോട് ക്ലീനിങ് നല്ലപോലെ ഇറച്ചി കഴുകി വൃത്തിയാക്കി അഖിലെടുത്ത് കൂട്ടത്തിൽ സാറിൻ്റെ ഒടുക്കത്തെ തള്ളും. ഒരു വണ്ടി പോലും കാണുന്നില്ല. ബസ്സിനെയൊക്കെ ഓവർടേക്ക് നമ്മുടെ ലൈനേയും കട്ട് കഴിഞ്ഞ് വരും. നമ്മളാ ഇപ്പുറത്ത് നടന്നു പോയ ഒരു ലൈൻ ഉണ്ടല്ലോ, ആൾക്കാർക്ക് നടക്കാനുള്ള അതിനപ്പുറത്ത് നമ്മൾ വെച്ച സ്പീഡിലാണെങ്കിൽ ഈ വണ്ടികളൊക്കെ കണ്ടത്. സാറിൻ്റെ വലിയ തള്ളുകളൊക്കെ കേട്ട് അഖില് നല്ല വൃത്തിയായിട്ട് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ചീനി ഞങ്ങൾ കൊത്തി കഴുകി വെച്ചു, ഉള്ളിയും മുളകും കട്ടി വെച്ചു, തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭവം റെഡിയായി. ഇനി തീ കത്തിച്ച് എല്ലാം അടുപ്പിൽ കയറ്റി കപ്പ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി. തീയൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് നമ്മളെ ഉരുളി അതിൻ്റെ മേളിൽ വെച്ചു. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊത്തി വെച്ചിരുന്ന തേങ്ങാക്കൊത്തിനായിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് കപ്പ ബിരിയാണിയിൽ കേട്ടോ, തേങ്ങാക്കൊത്ത്. അരിഞ്ഞ് ക്ഷീണിച്ച സാറ് ഒരു മുറവുമായിട്ട് വന്ന് വീശക്കം തുടങ്ങി തീ കത്തിക്കാൻ. വീശട്ടങ്ങനെ വീശട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. തീ കത്തി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഏകദേശമൊക്കെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കരിയാതെ ആ ഒരു പരുവത്തിൽ ഇഞ്ഞ് കോരിയെടുക്കണം. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആ പരുവം. സാറ് തീയെല്ലാം കൂടെ ഊതി പറപ്പിച്ച് തീ അടി കത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കോരിയില്ലെങ്കിൽ കരിഞ്ഞ് ആകെ തരിപ്പടമായി പോകും. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് കോരി കഴിയുമ്പോഴത്തേക്കിന് അടുത്തയായിട്ട് നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നത് മുന്തിരിങ്ങയാണ്. മുന്തിരിങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ കൊണ്ടുവരാൻ പോയിരുന്നിട്ടുണ്ട്. മുന്തിരിങ്ങ എടുത്തിട്ടു ഗൈസ്. മുന്തിരിങ്ങ കരിഞ്ഞു പോയി ഗൈസ്, തീ കൂടുതലായിരുന്നു ഗൈസ്. ഞങ്ങളുടെ മുന്തിരിങ്ങ കരിഞ്ഞു പോയി. അത് നമ്മൾ തോക്കുന്നില്ല. കരിഞ്ഞ മുന്തിരിങ്ങ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് എടുത്ത് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വാട്ടമുള്ള പരിപാടിയാണ്. സവാളയും പച്ചമുളകും അതിനകത്തോട്ട് ഞങ്ങൾ വാരി വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞ് ഇനി ഉപ്പിടുകയാണ്. ഉപ്പ്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ അടുപ്പത്ത് ഇതിനെല്ലാം കൂടെ നല്ലപോലെ വാട്ടിയെടുക്കണം. എന്നെ പൊന്ന് ഗൈസ്, ഈ പുകയത്ത് ഇത് വാട്ടിയെടുക്കുന്ന ഒരു വലിയ ടാസ്ക് ആണ് ഗൈസ്. അങ്ങനെ ഞാനത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളിയെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കെമിക്കൽ അടിക്കാത്ത തക്കാളിയെ ഗൈസ് കരിയാപ്പില ഇടാൻ മറന്നുപോയി ഗൈസ്. ഞങ്ങൾ കരിയാപ്പില ഇപ്പോഴാണ് കണ്ടത്. കരിയാപ്പില ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചീനി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങോട്ട് മാറ്റി വെക്കാൻ. ചീനി ഒന്ന് തണുക്കട്ടെ. കപ്പ അഥവാ ചീനി അല്ലെങ്കിൽ മരച്ചീനി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതിനെ ഇനി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഇളക്കി 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 അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള പൊടികളിടാം. ആദ്യം മഞ്ഞപ്പൊടി. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ. നമ്മുടെ എരിക്ക് ആവശ്യമുള്ള കാശ്മീരി മുളക് പൊടി ഇട്ടതിന് ശേഷം ഇനി നമ്മളതിനകത്ത് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുപ്പിലെ തീയൊക്കെ ഒന്ന് പിരിച്ചിട്ട് ഒന്ന് കുറച്ചിട്ട് മസാല കരിയാത്ത വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. കരിയരുത്, പക്ഷേ ആ പച്ചമണം പോയേ വേണം. ആ പച്ചമണം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഇടാൻ സമയമായി. ഈ ചിക്കൻ കറി കപ്പ ബിരിയാണിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മസാല എല്ലാം ഇടുന്നത്. ചിക്കൻ കറി അല്ലത് ബിരിയാണിക്ക് വേണ്ടിയുള്ളൊരു കറിയാണ്. എന്നിട്ട് ഈ ചിക്കനെ നല്ലപോലെ ഇളക്കി ഈ മസാല ചിക്കൻ എല്ലാ ഭാഗത്തും പിടിക്കണം. അപ്പോൾ അതേപോലെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. ചിക്കൻ എല്ലാ ഭാഗത്തും പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ എല്ലാ ഭാഗത്തും മസാല പിടിച്ചിട്ടുണ്ട്. നമ്മളിനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഇച്ചിരി കൂട്ടി വെക്കണം കേട്ടോ. ഇങ്ങനെ നല്ലപോലെ തിളച്ച് ചിക്കൻ നല്ലപോലെ വേവണം. ചിക്കനൊക്കെ ഏകദേശം ഒന്ന് തിളച്ചു തുടങ്ങി. തിളച്ച ചിക്കനിലോട്ട് സാറ് കൊത്തി എരിഞ്ഞ് വെച്ചിരുന്ന ആ മല്ലിയില നമ്മൾ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. തിളച്ച ചിക്കനിലോട്ട് മല്ലിയില ഇടുമ്പോഴത്തേന് പ്രത്യേക ഒരു മണമാണ്. ഇനി ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവട്ടെ. വെള്ളം കുറച്ച് ഒഴിക്കാവുള്ളൂ, വെള്ളം തോന്നിയായി പോകരുത്. ഞാൻ വീണ്ടും ഓർപ്പിക്കും, വെള്ളം വളരെ കുറച്ച് ഒഴിക്കുക. അപ്പം വെന്ത് ചിക്കനൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല മേലെ ഇങ്ങനെ തൂവി കൊടുക്കാം. വളരെ കുറച്ച് ഗരം മസാല. ഇനി നമ്മളതൊരു പേസ്റ്റ് ഇടുവാണ്. ഇത് അണ്ടിപ്പരിപ്പും അതോടൊപ്പം തന്നെ മല്ലിയിലയും കൂടെ അരച്ചൊരു പേസ്റ്റാണ്. ചിക്കൻ കറി വെന്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു പേസ്റ്റ് എടുത്തിട്ട് കൊടുക്കേണ്ടത്. ശേഷം ഇതിന് നല്ലോണം മിക്സ് ചെയ്യുക. കറിയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു പേസ്റ്റ് എത്തണം. അപ്പോൾ ഇതിന് കറി ഒന്ന് കുറുകും. നല്ലോണം കുറുകിയിട്ട് കുറച്ച് നേരം ഇതിനെ വീണ്ടും ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. തീ കുറച്ചിട്ട് മതി. അപ്പോഴത്തേക്കിന് നല്ലൊരു ഫ്ലേവർ വായുവിൽ ഇങ്ങനെ കലർന്ന് നമ്മുടെ മൂക്കിലോട്ട് എത്തും. അപ്പോഴത്തേക്കിന് നമ്മൾ എന്തോ ചെയ്യണമെന്നറിയോ? കുറച്ച് ചെറുതായിട്ടരിഞ്ഞ ഉള്ളിയെ മല്ലിയിലയും ഒരു ലെയർ പോലെ തന്നെ മേലിട്ട് കൊടുക്കുക കറിയുടെ മേളിൽ. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ മരച്ചീനിയെ ഇതിൻ്റെ മേലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വിതറി കൊടുക്കുക. അങ്ങനെ ആ കരയുടെ എല്ലാ ഭാഗത്തും കിട്ടണം. അതേപോലെ വിതറി കൊടുക്കുക. വിതറിക്കൊണ്ടൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തും കൊണ്ട് ഇങ്ങനെ വിതറി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചീനിയുടെ ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് നേരം അതിനെ ആവി കയറാൻ അനുവദിക്കണം, ചെറിയ ചൂടിൽ. ആ കൂട്ടത്തിൽ നമുക്ക് ചതച്ച പച്ചക്കുരുമുളകിനെയും കാന്താരി മുളകിനെയും ചീനിയുടെ മേളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത വിതറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയെയും മല്ലിയിലയും വിതറി കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തിനെ അതിന് വേണ്ടി ഇട്ട് കൊടുക്കുക. മുന്തിരി കരിഞ്ഞു വേണ്ടി നമ്മളങ്ങ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. എന്നിട്ട് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അടി കിടക്കുന്ന ചിക്കൻ്റെ ഗ്രേവി പൂരി മേളിലോട്ടാക്കി മേളിൽ കിടക്കുന്ന ചീനിയെ അടിയിലോട്ടാക്കുക. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഗ്രേവിയും ആ ചിക്കൻ്റെ ഫ്ലേവർ അടങ്ങിയ ഗ്രേവി ചീനിയുടെ എല്ലാ ഭാഗത്തും പിടിക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് കുറച്ച് സമയമെടുത്ത് നല്ലപോലെ വെട്ടി എല്ലാ സൈഡിലും മിക്സ് ചെയ്യുക. ചീനിയുടെ എല്ലാ ഭാഗത്തും ആ ചിക്കൻ്റെ ഫ്ലേവർ എത്തിയിരിക്കണം. ആ മിക്സിങ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ. അടി കിടക്കുന്ന ചിക്കൻ്റെ ഗ്രേവി കോരി ഇങ്ങനെ മേലോട്ടിടുമ്പോഴത്തേക്കിന് ആ ഒരു ആവി ഇങ്ങനെ പറക്കും. ആ ആവിയിൽ ഈ മസാലയുടെയും ചിക്കൻ്റെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ ഒന്ന് മൂക്കിയടിക്കുമ്പോൾ എൻ്റെ പൊന്നു മോനെ അന്യായം തന്നെ അന്യായം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഉള്ളിയെ മല്ലിയിലിട്ട് ഇതിനെ ഒന്ന് അലങ്കരിച്ച് ഇങ്ങെടുക്കാം. നമ്മുടെ കപ്പ ബിരിയാണി റെഡി. ഇനി നമുക്ക് തിന്ന് നോക്കാം.
അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അഖിലും സാറും ജയസൂര്യയും സച്ചുവും ഇങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇല വെട്ടിക്കൊണ്ട് വന്ന് കപ്പ ബിരിയാണി വിളമ്പി. ഇനി നമുക്ക് തിന്നിട്ട് അഭിപ്രായങ്ങളുണ്ടോ നോക്കാം. അതിലേ നോക്കടാ പൊന്നേ. ഉള്ളത് പറയാലോ, ഈ ഉള്ളിയൊക്കെ കൊണ്ട് വിതറിയിട്ട് ഒരു നാരങ്ങയുടെ എഡ്ജെടുത്ത നീരോടൊന്ന് പിഴിഞ്ഞിട്ട് ഈ ചീനിയെ ഒന്ന് ഞെവിടി ആ ഉള്ളിയും ആ ചിക്കൻ്റെ ഒരു ചെറിയ പീസും എടുത്ത് വായിലോട്ട് അങ്ങോട്ട് വെക്കുമ്പില്ല എൻ്റെ പൊന്നെ അലിഞ്ഞിറങ്ങി പോയിരുന്നു. അലിഞ്ഞ് സ്വർഗം മാമാ സ്വർഗം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. തുടർന്നും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ ചങ്ങുകളേ.